എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LP-UP വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചെറിയ ടോപ്പിക്ക് കവർ ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. മനഃശാസ്ത്രത്തിൻ്റെ വിവിധ നിർവചനങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ PSCക്ക് ഈ ഒരു നിർവചനം തന്ന് ആ ഒരു നിർവചനം ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആ ഒരു തരത്തിൽ ആ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഇവിടെ മനഃശാസ്ത്രത്തിന്റെ വിവിധ നിർവചനങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇത് ആരാണ് പറഞ്ഞത് എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ഇമ്മാനുവൽ കാന്റ് ആണ്. മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ഇമ്മാനുവൽ കാന്റ്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫിയാണ്. കൃത്യമായിട്ട് കേൾക്കുക. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? മർഫിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക. വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. വ്യവഹാരങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. ഒന്നുകൂടെ, വ്യവഹാരങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. വ്യവഹാരങ്ങളുടെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പിൽസ്ബറിയാണ്. വ്യവഹാരങ്ങളുടെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പിൽസ്ബറി. വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് E.A. പീൽ ആണ്. വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് E.A. പീൽ. ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കർട്ട്കോഫ്കയാണ്. ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കർട്ട്കോഫ്കയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് J.B. വാട്സൺ ആണ്. വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് J.B. വാട്സൺ. വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് B.F. സ്കിന്നർ ആണ്. വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് B.F. സ്കിന്നർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള വിവിധ നിർവചനങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാം. നമുക്ക് ആദ്യം മുതൽ മുഴുവനായിട്ട് ഒന്നുകൂടെ നോക്കാം. മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ഇമ്മാനുവൽ കാന്റ്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫിയാണ്. വ്യവഹാരങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. വ്യവഹാരങ്ങളുടെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് പിൽസ്ബറിയാണ്. വ്യവഹാരങ്ങളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് E.A. പീലാണ്. ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കർട്ട്കോഫ്കയാണ്. വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് J.B. വാട്സൺ ആണ്. വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്
P.F. സ്കിന്നർ ആണ് എന്നുള്ളതും കൂടി അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ജേണി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ രണ്ടാമത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, അത് ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളായാലും വീഡിയോ മെച്ചപ്പെടുത്താനുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും പറയുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.